മോർണിംഗ്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. സോ കം ടു ദ പോയിന്റ്. സർ, ഈ ബ്രൈറ്റിന്റെ പേര് കണ്ടില്ലേ? എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റിയേ പറ്റൂ. ഞാനിപ്പോ 6 സിനിമകളും ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പേര് മാറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പോഴേ മാറ്റുന്നതല്ലേ നല്ലത്. കറക്റ്റ്. അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് എന്ന് വിളിക്കുമ്പോൾ കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just read it out. വായിക്ക് കേക്കട്ടെ. സർ, ആദ്യത്തെ പേര് വിനിൽ. വിനിൽ. വി നിൽ. നില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട. ഓക്കെ, അടുത്തതൊരു ട്രഡീഷണൽ പേരാണ്, പ്രദോഷ്. പ്രദോഷ് സന്ധ്യ. മൊത്തം കഴിഞ്ഞു, കത്തി തീരുന്നു അല്ലേ? നേരം വെളുത്തിട്ടൊക്കെ വേണം വേറെ പേര് വൈകിടും. ഓക്കെ സർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് നല്ലതാ സാറ് ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. റഷ്യൻ പേര് വായിക്കും. മിഷ്കിൻ എന്നൊക്കെ പറയുന്ന പോലെ. ബ്രാഷ്നേവ്. അത് വേണ്ട സാർ. ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസുകാർ ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വല്ലതും ആക്കിയാൽ മൊത്തം കുഴപ്പമാവും. കട്ട് ചെയ്ത് വിട്ടാലോ? പറഞ്ഞു വിട്ടേക്കാം സാർ. ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് ആക്രാന്ത്. ആക്രാന്തോ? ആക്രാന്ത് അല്ല സർ, ആകാന്ത്. ഇതൊരു കൂറപ്പേരാടോ. I told you na, ഇതൊന്നും സാറിന് ഇഷ്ടാവില്ല. The next name is energetic, exotic, fantabulous, ആഘോഷ്. ആഘോഷ്. ഗുഡ്. Life is an ആഘോഷം. Cinema is an ആഘോഷം. So an actor like you should have the name ആഘോഷ്. പോയിന്റ്. Fix it. ഫൈനലി നമ്മളെന്തായാലും പേര് മാറ്റുമല്ലേ? നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആഘോഷത്തോടെ ഒരു മേനോൻ കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ് മേനോന്ന്. Nice. ആഘോഷ് മേനോൻ. ജോഷി ചിത്രത്തിൽ ആഘോഷ് മേനോൻ, പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. Wow, it's quite interesting. വണ്ടർഫുൾ. ഈ മേനോന്മാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും അല്ലേ? Hey, no. ഇനി ബിജു മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. അതെ. ഹേയ്, പുള്ളി ഒരു പാവമാണ്. ഞാൻ പറഞ്ഞ ഡീൽ ചെയ്തോളാം. Okay, so let's clap for ആഘോഷ് മേനോൻ. താങ്ക് യു. ഗിവ് ആൻഡ് ടേക്ക് തുടരുന്നു മിർച്ചി ആർജെ നിൽജയോടൊപ്പം നമ്മുടെ പ്രിയ യുവതാരം ആഘോഷ് മേനൻ. Thank you. സർ, തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ്. അതും ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്സ് ആണ്. വെരി ട്രൂ. അതിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. അത് സാറിന് എത്രമാത്രം അഫക്ട് ചെയ്തു? അരികെ ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആക്ച്വലി അതിലെ ഹീറോ ഞാനല്ല, സീനിയർ ആക്ടർ മോഹൻകുമാർ സാറാണ്. അതിന്റെ സംവിധായകൻ നല്ല ഒരു സമാന്തര സിനിമ എന്നെ അഭിനയിപ്പിച്ച് ന്യൂ ജനറേഷൻ സിനിമയാക്കാൻ ശ്രമിച്ചു. ഓക്കെ. പിന്നെ ഞാൻ അതിനെ നിന്ന് കൊടുത്തു. പിന്നെ എല്ലാ സിനിമക്കും അതിൻ്റെതായ ഫേറ്റ് ഉണ്ട്. സാർ, എന്നാലും വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് വീണ് പോകുക എന്ന് പറഞ്ഞാല്? വളരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ PT ഉഷ അടക്കം കാലുകറ്റി മലന്നടിച്ച് വീഴുന്നില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളിപ്പതപ്പ് എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആണ്. ഇത് ആഘോഷിന്റെ ഇന്റർവ്യൂ അല്ലേ? He's marketing it very well. വണ്ടി ഒന്ന് സൈഡ് ആക്കി. എക്സ്ക്യൂസ് മീ, നിമ്മിനൊന്ന് വിളിക്കാവോ? എടാ, ആ നിമ്മിനൊന്ന് വിളിക്കോ? മാം ഇരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആഘോഷ് മേനോൻ എന്നുള്ളൊരു പേര് മാറ്റത്തിന് പിന്നിൽ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളെ കുറിച്ച് പറയും. അതെ, ബോളിവുഡ്. എന്റെ ശരിക്കുള്ള പേര് ആഘോഷ് മേനോൻ തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ എന്റെ SSLC ബുക്ക് നോക്കിക്കോളൂ. ശരിക്കും അല്ലേ? അപ്പൊ കൃപേഷ് ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു സന്യാസിനെ പരിചയപ്പെട്ടു, വാരണാസി വെച്ചിട്ട്. ഓക്കെ. അപ്പൊ പുള്ളിയാണ് കുറച്ച് കൃപയുള്ള പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃപേഷിന് പേരിട്ടു. Bloody donkey, idiot. അപ്പൊ പിന്നെ ഇപ്പൊ എന്താ പേര് മാറ്റിയ? പുള്ളി കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വെച്ചിട്ട് ഓട്ടോ അടിച്ച് മരിച്ചു. ആ, ഗുരുവായൂർ എഡിഷനിലെ എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നല്ലോ. യു ആർ വെരി ഫണ്ണി സർ. ഫണ്ണിയോ? എന്ത് ഫണ്ണി? അതല്ല സർ. അല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ഫണ്ണിയാണോ? So sad. Pathetic. ചുമ്മാതല്ല ഇയാളെ നാട്ടുകാർ കബീഷ് എന്ന് വിളിക്കണം. 1000 പേരുകൾ പറഞ്ഞെടുത്ത നമ്മളിപ്പോ ആരായി? Bye. Bye sir, thank you. എന്താ അല്ല, സാറിനോടൊന്നും പറയാൻ വന്നില്ലേ? പല സെൽഫി മറ്റോ എടുക്കാനായിരിക്കും. എടുത്തോളൂ. നമുക്ക് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളാ. എടുത്തോളൂ. നല്ല സാറാ. ഞാനൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. അയ്യോ, ഇത് മോഹൻകുമാർ സാറിന്റെ മോളല്ലേ? ഏത് മോഹൻകുമാർ?
സാറേ സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ അന്നൊരു ദിവസം ഈ കുട്ടിയെ തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ടാണോ ഒരു പരിചയമില്ലാത്ത പോലെ വടി ഒഴുകിയ വിളിക്കുന്നത്? ആ അതെ. എന്താ കുട്ടി പടന്മാരെ പോലെ സാർ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കുമല്ലേ? അയ്യോ. എനിക്ക് ഒറ്റ കാര്യം കൊടുത്തിട്ട് സങ്കടമുള്ളൂ. അതെ അതെ. ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിനെ റെക്കമെൻഡ് ചെയ്യാം അല്ലേ? സാറ് വെറുതെ പറയത്തില്ല, റെക്കമെൻഡ് ചെയ്യും. എത്ര പേര് അതുപോലെ രക്ഷപ്പെടുത്തി. സോ നൈസ് മീറ്റിംഗ് യു. കൺവേ മൈ കണ്ടോളൻസസ് ടു യുവർ ഫാദർ. അതാണ് മതി. താങ്ക് യു. എന്റെയും കൂടി പറഞ്ഞേ കേട്ടോ. സാർ എന്നെ പിടുത്തോ സാറേ കയറി പിടിച്ച്? ആ പിടുത്തം ഇനി അങ്ങോട്ടൊന്ന് മുറുകെ പിടിച്ചൂടെ? മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാൻ പറ്റിയ കുട്ടിയാ സാർ. സാറ് വെറുതെ ആ ബ്രൈറ്റിയുടെ പുറകെ നടന്ന് സമയം കളയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്ക്. കാണാനും തിരക്കേടില്ലല്ലേ? തറവാടി ഉഗ്രൻ. പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമാ നടന് കല്യാണം കഴിക്കാം. അപ്പൊ ഒരു വലിയ സിനിമാ ഫാമിലി ആവില്ലേ? ഞാൻ സംസാരിച്ചോളൂ. അയ്യോ വേണ്ട, ഇപ്പൊ കറക്റ്റാണ്. ലാസ്റ്റ് സാറ് ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ അവള് ഫ്ലാറ്റ് ആയിട്ടുണ്ടോ? നിർത്തി വന്നേ വന്നേ പെട്ടെന്നോ. ഇത് ആഘോഷമാണല്ലോ. ആഘോഷ് മേനോൻ സിനിമ നടൻ. ഒന്ന് പോയടാ. അതെ, നിങ്ങൾ സിനിമാ താരം ആഘോഷ് മേനോനല്ലേ? ആടാ കണ്ടറിഞ്ഞൂടെ? അതെടാ, ആഘോഷ് മേനോൻ തന്നെയാ. ആഘോഷ് മേനോൻ തന്നെയല്ലേ? അതെടാ, ആഘോഷ് മേനോനാണ്. എന്താ കുഴപ്പം? ഇതിപ്പോ വലിയ കഷ്ടമല്ലോ. സ്വസ്ഥമായിട്ട് വന്ന് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. അല്ല സാറേ, സാറിനോട് കണ്ടതുകൊണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്. സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് കണ്ടോ, നോക്ക്. നിങ്ങൾക്ക് ഇത് വെറും ഭക്ഷണ പൊതികളാണ്, ഇവർക്ക് നന്മ പൊതികളാണ്, സന്തോഷ പൊതികളാണ്. സാറേ എന്നാലും ഈ വേഷത്തിൽ കണ്ടപ്പോ എടോ, വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരുമോ? സോറി സർ. ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത്. ഞാൻ സമ്മതിച്ചു, എന്റെ സിനിമ കൊണ്ട് എന്നെ വളർത്തിയത് നിങ്ങളാണ്. പക്ഷെ എന്നിൽ നന്മയുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. ബ്രദർ, നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാവങ്ങളെ സഹായിക്കാനോ പറ്റില്ല. ചേട്ടാ ഡിലീറ്റ് ചെയ്യണം ചേട്ടാ, പ്ലീസ്. ചേട്ടാ സിനിമാ നടനും മനുഷ്യനാണ് ചേട്ടാ, എല്ലാവരും ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. സിനിമാ നടനും മനുഷ്യനാണ്, പ്ലീസ് പ്ലീസ്. സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കലക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നിങ്ങൾ 4 പേരുടെ പെർഫോമൻസ് പന്നിപ്പൊളിയായിരുന്നു. ഒരാളും നീ ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ റിംഗ് ടോൺ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും. സംഭവം ഇവന് ഇത്രയുള്ളെങ്കിലും ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. കഴിഞ്ഞില്ല, ഏറ്റവും പുതിയ ഫോൺ. കൊടുക്കാം സാർ. സാറേ പ്രകാശ് സാർ. ഒരു സെക്കൻഡ്. ഹലോ ആഘോഷ്, കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ കേട്ടിട്ട് ഞാൻ വഴിയായി സാർ. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ പകുതി വായിച്ചു സാർ. സാർ ഇപ്പൊ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന കാരണം നമുക്ക് സൗത്ത് ഇന്ത്യ ആയിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാ സാർ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്പെൻഡ് ചെയ്തോളാം. ഡിമാൻഡ് ഒക്കെ നമ്മൾ ചെയ്യിക്കല്ലോ സാർ. ഓക്കെ 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 സാർ, ഒന്ന് ഹോൾഡ് ചെയ്യാം. കൊടുക്കാം. വിളിക്കണ്ടായിരുന്നു സാർ. ശ്രീശാന്ത്. ശ്രീശാന്ത്. ശ്രീ, നീ ബോളൊക്കെ മര്യാദയ്ക്ക് അറിയുന്നുണ്ടോ? കഹാവോ കേസോ ബോൾ സാലേ. നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ആളുകൾ അതും ഇതൊക്കെ പറയും. ഏതെങ്കിലും മീഡിയ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർഹുഡ് റിലേഷൻ ആണ്, എനിക്ക് നീ എന്റെ സിസ്റ്ററിനെ പോലെ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരും കരിയറിന്റെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. മീറ്റിംഗിലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോറി സാർ. സോറി എന്തിനാ പറയുന്നത്? ഞങ്ങൾ ബ്രദർഹുഡ് റിലേഷൻ അല്ലേ? അതെ സാറേ, ഒരു മിനിറ്റ്. അത്യാവശ്യം സോറി. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു. ആ പ്രകാശ് സാറിന്റെ പടത്തിലെ നടൻ ആസിഫില് ഡേറ്റ് കൊടുത്തു. അയ്യോ, സത്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി.
ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് 100-ാം ദിവസം ആഘോഷം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കയറി അനൗൺസ് ചെയ്യാം. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നിർത്താതെ കൈയടിക്കാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീ ഇറക്കണം. അത് ഞാൻ ഇറക്കിക്കോളാം. അങ്ങനെ വിളിക്കാം. മാഡം സോറിയേ. വീണ്ടും വീണ്ടും സോറി എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല അവൾ എന്റെ സിസ്റ്റർ ആണെന്ന്. സോറി. ഈ ബ്രദർഹുഡ് മിക്കവാറും വാട്സപ്പ് ക്ലിപ്പായിട്ട് ഇറങ്ങും. ഈ വർഷം സൂപ്പർ ഹിറ്റായി മാറിയ കമ്പിളിപ്പുതുപ്പ് എന്ന സിനിമയുടെ 100-ാം ദിനാഘോഷങ്ങൾ തുടരുകയാണ്. ഇനി അടുത്തതായി ഈ സിനിമയുടെ നിർമ്മാതാവ് പ്രിയപ്പെട്ട നന്ദകിഷോർ സർ. ആശംസകൾ അറിയിക്കുന്നതിനായി പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് സാറിനെ ക്ഷണിക്കുന്നു. സാധാരണക്കാരന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ വിജയം. സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമന്റോ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും. അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നു. എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും. ഞാൻ ഇന്ന് ഇതിവിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ 4 ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാന്യുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കേട്ടോ, അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈയ്യടി. ഇനി ഈ സിനിമയിലെ നായകൻ യുവതരംഗം ആഘോഷ് മേനോനെ നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സിനിമയും അവാർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെക്കുറിച്ചും എൻ്റെ അഭിനയത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോ നാഷണൽ അവാർഡിന് ഭാരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. ഭരത് ഗോപി, ഭരത് മമ്മൂട്ടി, ഭരത് മോഹൻലാൽ, ഭരത് ചന്ദ്രൻ, അതുപോലെ തന്നെ എൻ്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം. ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഞാൻ പ്രകാശ് സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഭരത് ആഘോഷ് മേനോൻ. പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ 3 കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ട്രിപ്പിൾ റോൾ. ആ ഒരു സന്തോഷ വാർത്തയെ ഞാൻ ഇന്നിവിടെ സാറിന്റെ അനുഭവത്തോടുകൂടി ഈ വേദിയിൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു കൈയടി. ഇനി മാറ്റാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങൾ വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ സാർ? അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്കുണ്ടാകണം എന്ന് എളിമയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജവാൻ, ജയ് കിസാൻ. താങ്ക് യു, താങ്ക് യു. ലവ് യു, ലവ് യു ഓൾ. ഫോർമൽ ഫംഗ്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. താങ്ക് യു. സാർ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. സാറിന് എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ 3 ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ എൻ്റെ ലെവൽ മാറും. സാറിൻ്റെ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരാം. വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാമല്ലോ. അല്ല, വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആണോ? അതെ. എന്നായിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ. ചെറുതായിട്ടൊരു ഡ്രിങ്ക്സ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഹേയ്, SRK ടീം വെയിറ്റിംഗ്. ആരാ? ഷാറൂഖ് ഖാന്റെ. അവരുടെ അടുത്ത സിനിമ മലയാളത്തില് ഞാനാണ് നായകൻ. മേമന ഇല്ലത്തെ നമ്പൂരി, അതാണ് സിനിമയുടെ പേര്. അപ്പൊ അതിനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും
ഡിന്നറിനെ കേട്ട് അവർ മെറിഡിയനിൽ വെയിറ്റ് ചെയ്യാ പോയില്ലെങ്കിൽ ഷാറൂഖ് പടങ്ങുപോയി. സോ യു ഗൈസ് ക്യാരി ഓൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. വീട്ടിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പോട്ടെ മോനെ. ശരി, ഒന്ന് വേഗം വാ ബ്രൈറ്റി. വണ്ടി എടുക്കാൻ പറയട്ടെ സാർ. ഈ ഷാറുഖ് ഖാനൊന്നും വേറെ ഒരു പണിയില്ലേ. മേമനയില്ലത്തെ നമ്പൂരിയ തള്ളായിരിക്കും. വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. അതാ നല്ല. ഇങ്ങനെ. എടോ, മൊത്തത്തിൽ ഇരുണ്ടിരിക്കുകയാണല്ലോ, തെളിച്ചൊന്നുമില്ല. എക്സ്പോഷർ കൂട്ട് സാർ. മാക്സിമം ആണ് സാർ. എടോ, താൻ എന്നോടാണോ പറയുന്നത്? കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടിയാ മതി. ഇനി ഞാൻ വന്ന് തിരിക്കണോ? കൂട്ടിക്കോ. കൂട്ടിയിട്ടുണ്ട്. ആ കുറച്ചുകൂടെ കൂട്ടിക്കോ. ഒന്നും പറയണ്ട സാറേ, നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നന്നായി നടക്കുള്ളൂ. അതിൻ്റെ ഒരു സ്ട്രെയിൻ ഭയങ്കരമുണ്ട്. എടോ, തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? ഇനി ഞാൻ വന്ന് തിരിക്കണോ? തന്റെ വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ വിളിച്ചും കൊണ്ടിരുന്നേ. ഇനി കൂട്ടാൻ പറ്റത്തില്ല സാർ. മാക്സിമം ആണല്ലേ? മാക്സിമം. കൂട്ടണോ? ഇത് കണ്ടോ സാർ, നമുക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. പക്ഷെ എന്താ ആഘോഷ ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചിലപ്പോ ശരിയായി. ദൈവമേ, ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതല്ലേ പല പ്രാവശ്യം. സാർ എന്തായിരുന്നു? അത് നമ്മുടെ പ്രോജക്റ്റിന്റെ അടുത്ത സ്റ്റെപ്പ്. ആ, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. ഹീറോയും 2 ബ്രദേഴ്സും അല്ലേ? അതെ. 3 ക്യാരക്ടേഴ്സ്. 3 പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. ആഘോഷം നല്ല ഡീപ്പായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ 3 ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, ബ്രദേഴ്സ് ആകുമ്പോൾ 3 പേരും ഒരേപോലെ ഇരിക്കുന്നത് നല്ലതല്ലേ? ആ, നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം, മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. എൻ്റെ ഫാൻസും ഹാപ്പി ആവും അല്ലേ? ശിവാജി ഗണേശന്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ. അയ്യോ, അത് ശരിയാവില്ല. അല്ല, പേടിക്കണ്ട, 3 തന്നെ ചെയ്യാം. ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം. കമൽഹാസനൊക്കെ ഒരൊറ്റ സിനിമ തന്നെ 10-20 ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല, പിന്നെന്താ? ഗംഭീരമായിരിക്കും സാറേ. അതാകുമ്പോ നമുക്ക് തമിഴിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്ത് ഇറക്കാൻ ചെയ്യും. സാറിന് ഇപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇല്ലേ സാറേ? ഒരുപാട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയി പടം തുടങ്ങാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. സാറിനായതുകൊണ്ട് ഒരു ഓഫറും കൂടി ഞാൻ തരാം. 3 പേരുടെ വേണ്ട, 2 പേരുടെ റെമ്യൂണറേഷൻ തന്നാൽ മതി. എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നേ. 2 എടുത്താൽ 1 ഫ്രീ. അതാണ് സാർ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരി മോനെ, നടക്കട്ടെ. എവിടെ ഡയറക്ടർ? എവിടെ? ഇവിടെ ഉണ്ട് സാർ. വേഗം വിളിക്കാൻ, എനിക്ക് റിയാലിറ്റി ഷോന് പോകാനുള്ളതാണ്. എന്ത് പറയുന്നു സാർ? ഇതിലും ഭേദം നമ്മുടെ സ്ക്രിപ്റ്റ് വല്ല റെയിൽ പാളത്തിലും വെക്കുന്ന. ആലോചിച്ചു കഴിഞ്ഞോ സാർ?